രണ്ടാം ദിവസം മാലാഖമാർ വൈകാറില്ല. ഒരിക്കലൊരു വേദപാഠ ക്ലാസ്സിൽ അധ്യാപകൻ അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്ന സംഭവം വളരെ നാടകീയമായി അവതരിപ്പിക്കുകയായിരുന്നു. അബ്രാഹവും കുട്ടിയും മോറിയ മലയിലേക്ക് വരുന്നതും വിറകടിക്ക് വെച്ച് തൻ്റെ കുട്ടിയെ ഇസഹാക്കിനെ അതിന്മേൽ കെട്ടുന്നതും കത്തിയെടുക്കുന്നതുമൊക്കെ അവിടെ നടക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, അബ്രാഹാം താൻ ഉയർത്തിയ കത്തി കുഞ്ഞിൻ്റെ ഇളം കഴുത്തിലേക്ക് താഴ്ത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ വന്ന് പറഞ്ഞു, അരുത്. പെട്ടെന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വാവിട്ട് കരഞ്ഞു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, കരയാൻ എന്തിരിക്കുന്നു? മാലാഖ വന്നില്ലേ? കുഞ്ഞിനെ രക്ഷിച്ചില്ലേ? കരച്ചിലിനിടയിൽ ആ പെൺകുട്ടി പറഞ്ഞു, മാലാഖ വരാൻ അല്പം വൈകിയിരുന്നെങ്കിലും. ആ അധ്യാപകൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാലാഖമാർ ഒരിക്കലും വൈകാറില്ല. കാരണം ദൈവമാണ് അവരെ അയക്കുന്നത്. അതുകൊണ്ടാണ് അവരെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്. എ ടൈംലി ഇന്റർവെൻഷൻ ഓഫ് ഗോഡ്. അതാണ് മാലാഖമാർ. ഈ ക്രിസ്മസ് കാലത്ത് തിരുവെഴുത്തുകളിലെ താളുകളിൽ നിന്ന് ഒരു സ്വർഗീയ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് മാലാഖ എന്ന ദിവ്യ സത്തയുടെ ചിത്രമാണ്. അവർ വെറും സന്ദേശവാഹകരല്ല, മറിച്ച് ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും കരുണയും ഈ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്ന നിത്യമായ പ്രകാശഗോപുരങ്ങളാണ്. നമ്മുടെ ആഘോഷവേളയിൽ അദൃശ്യരാണെങ്കിലും നമുക്ക് ചുറ്റും ദൈവഹിതം നിറവേറ്റാൻ സദാ സന്നിഹിതരായിരിക്കുന്ന ആ സ്വർഗീയ ദൂതന്മാരെ നമുക്ക് ഓർക്കാം. അവരുടെ ചിറകടിയൊച്ച നമ്മളെ ഓരോരുത്തരിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വെളിച്ചം മന്ത്രിച്ചു തരുന്നുണ്ടെന്ന സത്യം മറക്കാതിരിക്കാം. അതെ, മാലാഖമാരുടെ വസന്തകാലം ഭൂമിയിൽ അവസാനിക്കുന്നില്ല. എന്നിലൂടെയും നിങ്ങളിലൂടെയും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൂതറിയിക്കുന്ന, അവർക്ക് താങ്ങാകുന്ന, തണലാകുന്ന, ആശ്വാസമേകുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരായി നമുക്ക് മാറാം.